ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ കടി കിട്ടുമെന്ന്. കറക്റ്റാണ്, ഉദ്ദേശിച്ച പോലെ തന്നെ 6 മാസത്തിൽ ഒരിക്കൽ കടി കിട്ടി. എന്നൊക്കെ ഹൈറ്റാട്ടോ ബണ്ണി. ഞാൻ സൈസ് വ്യത്യാസമുണ്ടോ ഞങ്ങളുടെ കണ്ടോ? ഞങ്ങൾ കണ്ടോ? ഞാൻ എവിടെ, എൻ്റെ തല എവിടെ, ബണ്ണിന്റെ സൈസ് എവിടെ നിങ്ങൾ നോക്കി. ഊഹം ഉണ്ടല്ലോ എത്രത്തോളം നമുക്ക് ബൈറ്റ് ഫോഴ്സ് ഉണ്ട്, എത്രത്തോളം കിട്ടും, എങ്ങനെ നമ്മളെ ആക്രമിക്കാൻ നമുക്കൊരു ധാരണയുണ്ട്. എല്ലാ പട്ടിയും അതെ കടിക്കുമ്പോൾ ധാരണകൾ വേറെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇവരെപ്പോഴേ നമ്മൾ ഇന്നുള്ള തൃശ്ശൂരാണ്. ഇവിടെ നമുക്ക് 3 ചലഞ്ചാണ് ടോട്ടലുള്ള കേട്ടോ. മച്ചാൻ ഏതൊക്കെയാണ് ഡോഗ്? അപ്പോൾ ടിബറ്റനും കങ്കലും അടിപൊളിയാണല്ലോ. ശരി, കൊച്ചിറക്കം വന്നു മാറിക്കേ. പിന്നെ കുറെ ദിവസമായി നമ്മള് ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. ഇപ്രാവശ്യത്തെ ആ ചലഞ്ച് ആശാൻ വരണ്ട, പിള്ളേർ പോയി. ടിബറ്റൻ മസ്റ്റിഫും കങ്കലുമാണ്. അതെ, കരിങ്കല്ലൊന്നുമല്ലോ, കങ്കലല്ലേ. ടിബറ്റൻ എന്താ ഈ ഒരു സൈസ് മുട്ടും വെച്ച് ആവശ്യം നമുക്ക് ചെയ്തിട്ടില്ല. പട്ടീനെ കൂട്ടില്ല. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇവര് ചലഞ്ച് നമ്മൾ കൂട്ടി നടക്കാം. എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാറിന് ചെയ്യായോ? ഞാനില്ലാലും കുഴപ്പമില്ല, നമ്മൾ കൂടെ നടക്കി കാട്ടിക്കൊണ്ടായ പോരെ. അത് മതി. എന്നാ വേണ്ടായിരുന്നല്ലേ. അതായത് 2 ടിബറ്റനും മറ്റേ എന്താണ് കങ്കല് നിങ്ങൾ ആശിച്ചു മോഹിച്ചു വന്നാലേ. ഇല്ലടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്നാമത് നോമ്പാണ്. പിന്നെ എനിക്കാണെങ്കിൽ ചെറിയൊരു തലവേദന ഉണ്ട്. അല്ല, നിങ്ങളെല്ലാം അവിടെ നിന്ന് തള്ളിയാ. നിങ്ങൾ ഇത്ര കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് ഒരു അവസരം തന്നില്ല. അല്ല, ഞങ്ങൾക്ക് അത്ര പോപ്പുലർ ആവണ്ട. ഇത് നിങ്ങളാണ് മെയിൻ. നിങ്ങൾ ചെയ്തു. എന്തായാലും അവരോട് നമ്മൾ വാക്ക് പറഞ്ഞില്ല, പോകാൻ പറ്റില്ല. കുഴപ്പമില്ല. അല്ല, വീടെടുത്ത. അപ്പൊ വീടെടുത്താ തൽക്കാലം മരത്തലം കയറുന്ന വീടെടുത്താ. വാ നമ്മൾ വിളിക്കാനുള്ള കാരണം എന്താ? ഇവിടെ 3 അഗ്രഷനുള്ള ഡോഗ്സുകളുണ്ട്. ആ ഡോഗിന്റെ 3 പേരുടെയും ഒരു ബ്രീഡ് എന്ന് പറഞ്ഞേ, അതാണ് ഹൈലൈറ്റ് കേട്ടോ. 2 ടിബറ്റൻ മാസ്റ്റിഫും 1 കങ്കലും. അതായത് ഇപ്പൊ നമ്മുടെ ചാനലിൽ വരാത്തൊരു ഡോഗാണ് ടിബറ്റൻ മാസ്റ്റിഫ്. ഇത് വന്നിട്ടില്ല. കങ്കലിന് ഒരു ചലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു 2 കൊല്ലം മുന്നേ. അറിയുന്ന വിധത്തിൽ നമ്മൾ തൊടുപുഴയിലുണ്ടായിരുന്ന ഡോഗ് നമ്മുടെ കൂടിനുള്ളിൽ കയറിയിരുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ വീഡിയോ എൻ്റെ ഒരു ഡു ഓർ ഡൈ വീഡിയോ എന്ന് പറയാറുണ്ട്. അത് കങ്കലിനെ വളർത്തുന്ന ഇവർക്ക് ചിലപ്പോൾ കണക്റ്റ് ആകുമായിരിക്കും, ബാക്കി എത്ര പേർക്ക് അത് കണക്റ്റ് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അതിൻ്റെ ഒരു കേജിൽ കയറിയിരിക്കുന്ന ഒരു ചലഞ്ചായിരുന്നു നമ്മൾ ചെയ്തത്. അത് സാധനം 11 മാസം ഉണ്ടായിരുന്നു, പക്ഷെ അവന് അച്ചിരി ടെമ്പർ ആയിരുന്നു. അപ്പോൾ അതേ കാറ്റഗറി പെട്ടെ കങ്കലിന് അറിയാലോ, അതേ ഡോഗാണ്, അതേ സെയിം ബ്രീഡ്. ടിബറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം കങ്കലിന് എത്ര സൈസ് ഉണ്ടോ എന്താ ഞാൻ ഇന്നവരെ കണ്ടില്ല കേട്ടോ. ഈ ടിബറ്റൻ മസ്റ്റിഫ് ഞാൻ ഇന്നവരെ ലൈഫിൽ കാണാത്ത ഡോഗാണ്. കൂടുതലാണ്. ഇവന്മാർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ഫീമെയിൽ ഒരാളെ കടിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ അവസരം കൊടുത്തിട്ടില്ല. 3 ഡോഗാ ഉള്ളത്. നമ്മൾ 3 എപ്പിസോഡായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ 2 എപ്പിസോഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ടിബറ്റൻ മസ്റ്റിഫ് 2 ഡോഗ് ഉണ്ട്, ഒരു മെയിലും ഫീമെയിലും. ആ 2ഉം അഗ്രഷനുള്ളതാണ്. അതുപോലെ ഒരു കങ്കലും ഉണ്ട്. അപ്പൊ കങ്കലിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നില്ല, നമുക്ക് മാറ്റിയേക്കാം. ഈ പറഞ്ഞ ടിബറ്റൻ കഴിഞ്ഞിട്ട് വേണമല്ലോ കങ്കലിന്റെ അടുത്ത് ബാക്കി ഞാൻ ഉണ്ടാവും നോക്കട്ടെ. എന്നിട്ട് ബണ്ണി എന്നല്ല പേര് ഇവന്റെ. ഇത് മെയിലോ ഫീമെയിലോ? ഇത് മെയിലാണ്. ജോമോൻ നേരത്തെ എന്തോന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ജോമോനെ, നമ്മുടെ ഒരു ഫ്രണ്ടാട്ടോ ജോമോൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഞങ്ങൾ റീലിൽ ജോമോൻ ഉണ്ടായിരുന്നു, ഇതിൻ്റെ റീലിൽ. ഓക്കെ, ജോമോൻ ഇപ്പോൾ എന്തോന്നൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞ ജോമോനെ? എന്താ ഒന്നും പറയാൻ തോന്നുന്നില്ല. ജോമോൻ ഓൾറെഡി ജിന്നാണ് ഇപ്പോൾ വീടെടുക്കുന്നത്. ഓക്കെ, ഇപ്പം ജിന്നും ജോമോനും കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊക്കോളാം ഈ പ്രാവശ്യം, അല്ലേ? ഈ പ്രാവശ്യം ഞങ്ങൾ പൊക്കോളാം, നിങ്ങളൊക്കെ മാറി എന്നാ മതി. ഈ കളിക്കില്ല. അപ്പൊ എന്നാ ജോമോനെ, ഞാൻ പോയി ഒന്ന് ഇറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഭാഗ്യം കാണാം. ഈ തെങ്ങിന്റെ ആ തെങ്ങിന്റെ മേലെ മണ്ട വെച്ച് കുറവട്ടോ, കേറി നേരെ പോയേക്കരുത്. ബണ്ണി. അപ്പൊ ബണ്ണിയാണ് നമ്മുടെ ഇന്നത്തെ താരം കേട്ടോ. എന്നാ ജോമോനെ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാവാ, ജോമോനൊന്ന് എന്തായാലും ഒന്ന് മൈക്ക് വിട്ടേക്കാം. ഒന്ന് ബണ്ണിയെ ഒന്ന് കാണിച്ചു കൊടുക്കണോ. മറ്റേ ഡോഗിനെ നമുക്ക് ജിന്നിനെ കൊണ്ട് ഇറക്കിയാ. ഇത് തൽക്കാലം നീ ഇറക്കിയാ. ജിന്നും പുള്ളി ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു. നോക്കിയല്ലേ, ജിന്നിന്റെ താടിയും അത് ഏതാണ്ട് ഒരേ. നീ അത് ചുമ്മാ ഇറക്കിട്ട് വരെ. എല്ലാം കൊണ്ട് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. പ്രശ്നക്കാരൻ നമ്മളെ എങ്ങനെയുണ്ട്? ബണ്ണിനെ ശരിക്കും നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടതാണോ?
പുറത്തുനിന്ന് ഇറക്കിയതാ, ഇവിടെ കുഞ്ഞായിട്ട് വന്നല്ല അല്ലേ? ഓ, അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നാ. അത് ശരി. ശരി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. അപ്പൊ നമ്മുടെ ബണ്ണി ഇതാണ്. ബണ്ണി, ഞാൻ നിന്നെ കാണാൻ വന്ന എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ടിബറ്റൻ മാസ്റ്റിഫിനെ കാണുന്നത്. പിന്നെ ഒരു മാസ്റ്റിഫ് ഡോഗ്, നല്ല ഹെവി ഡോഗുകളായിട്ട് നമ്മൾ കണ്ടത് മറ്റേ കങ്കലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മലാക്ലീനെ കാണിച്ചു തരാം. പക്ഷെ അഗ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കങ്കലിന്റെ തന്നെ വീട്ടിൽ തന്നെ പോയായിരുന്നില്ലേ ആ സംഭവം കേട്ടോ. അപ്പോൾ ഈ 2 ഡോഗാണ് നമ്മുടെ ലൈഫിലായിട്ട് വലിയ ഡോഗ്. ഇപ്പൊ നമ്മുടെ ബണ്ണി എന്താണ് വണ്ടി? എന്നൊക്കെ ഹൈറ്റാട്ടോ വണ്ടി. ഞാൻ സൈസ് വ്യത്യാസമുണ്ടോ ഞങ്ങളുടെ ഞങ്ങൾ കണ്ടോ? ഞാൻ എവിടെ, എന്റെ തല എവിടെ, വണ്ടിന്റെ സൈസ് എവിടെ, നിങ്ങൾ നോക്കി നോക്കിട്ടോ. വണ്ടി എന്താണ് വണ്ടി? നീ ഭയങ്കര ദേഷ്യക്കാരനെ കേട്ടോ. ഭയങ്കര ദേഷ്യക്കാരനെ കേട്ടല്ലോ. വരവുണ്ടോ? തൊപ്പല തെറിപ്പിക്കരുത്, തൊപ്പല മാത്രം തെറിപ്പിക്കരുത്. ഇവിടെ വന്നേ, കൊച്ചി വന്നേ, ചോദിക്കട്ടെ, ചോദിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ അയ്യോ നല്ല പഞ്ഞിക്കെട്ട് വലിക്കുന്ന ഡോഗ് കയറി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് തോന്നും. കാണുമ്പോൾ നമ്മൾ ഈ പൂച്ചപ്പട്ടിനെ കണ്ടിട്ടേ, നമ്മൾ അങ്ങനെ ഹെയറുള്ള ഹസ്കിനെ കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും അയ്യോ നല്ല ഭംഗിയാണോ എന്നൊക്കെ വിചാരിക്കും. ചിവമാരുടെ കിൻഡൽ കടിയൊക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ കിട്ടുക. അപ്പോൾ ഇതില് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മച്ചാനൊന്ന് വേണമെങ്കിൽ വണ്ടിക്ക് കൊണ്ട് മാറുന്നു. നിങ്ങളെ അങ്ങോട്ട് സൈറ്റ് പോകുന്നുണ്ട്. അവനെ നിങ്ങളുടെ അടുത്തേക്ക് നോക്കുന്നുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മോൻ കൊടുക്കാതിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ബണ്ണി ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എന്താണ് ബണ്ണി? എന്താണ് ഇവിടെ കൊച്ചിക്ക് വന്ന് കടിക്കുന്നുണ്ടോ? കടിക്കാൻ വന്നുണ്ടോ? ഇവിടെ വന്നി, ഇവിടെ എന്നെ നോക്ക്, എന്നെ നോക്ക്, എന്നെ പോട്ടെ. കൊണ്ടോടാ തന്നെ ഇങ്ങോട്ട് വന്നേ. അവരെ നോക്കണ്ട, അവരൊക്കെ എന്നോട് ഒഴിവാക്കി എടാ. നിന്റെ അച്ഛനെ ചേട്ടനെ എല്ലാരെയും നമ്മളോട് ഒഴിവാക്കി. ഇപ്പൊ നമ്മൾ 2 മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എന്താണ് ഒരു കളർ നല്ല പ്രത്യേക കളറാട്ടോ. ഒരു ബ്രൗൺ, ഒരു ചോക്ലേറ്റ് കളർ, നല്ല രസമുണ്ട് കേട്ടോ കളറ്. പിന്നെ ഇതിനൊരു ഫീമെയിൽ ഉണ്ടെന്ന് പറഞ്ഞേ. അവര് ഹൈഡ് വെച്ചൊരു കാര്യമുണ്ട്. ചേട്ടന് വേറെ 1-2 രീതിയിലുള്ള പണികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു പണിയല്ല, 2 പണികൾ. ഈ ഒരു ടിബറ്റൻ മസ്റ്റിഫ് വെച്ചിട്ട് 2 പണികളെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഊഹ ശരിയാണെങ്കിൽ മിക്കാറും ഇത് കൂടാതെ വേറെ ഒരു ടെമ്പറേച്ചർ കൂടി ഒരാളും കൂടെ ഇവിടെ ഉണ്ട്. ഇവൻ എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞ ശരിക്കും മെയിലിനേക്കാളും ഫീമെയിൽ വെച്ചിട്ട് കൂടുതൽ ടെമ്പറാന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ മിക്കാറും ഇതിൻ്റെ ഒപ്പം നമ്മൾ അതും കൂടെ നമുക്കൊരു പണി തരുതാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇവനെ ഒന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ കൂടെ നിർത്തുമോ, ഒന്ന് ഇറക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ കൂടെ ഇണക്കി നിർത്തും. എന്നെ കടിക്കുന്നില്ല എന്നുള്ള സംഭവം ഞാൻ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും നമുക്ക് ആ സാധനം തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വണ്ടി ഇങ്ങ് വന്നേ. എന്താണ് എന്താ ദേഷ്യം? എന്താ വണ്ടിക്ക്? ഇങ്ങ് വന്നേ. അവരെ നോക്കണ്ട. ഇവിടെ ഇവിടെ നോക്ക്. വണ്ടി ഇങ്ങോട്ട് നോക്കി. ഇവിടെ വന്നേ. തുറന്നെങ്കിൽ പോരുന്ന പോരില്ല. ഇവിടെ വന്നേ. ഇവിടെ അവരെ നോക്കണ്ട. ഇവിടെ വന്നേ. ഇവിടെ വാടാ. ഇവിടെ വാടാ. വന്നേ. ഇത് കാര്യം കുഴപ്പമുണ്ട്. ഇതിങ്ങനെ തുറന്നാണ്ടല്ലോ ആശം ചാടിയെങ്കിൽ വരും കേട്ടോ. മുഖത്ത് കയറി പിടിച്ചേക്കരുത് കേട്ടോ. കേട്ടോ നീ പറഞ്ഞ കേട്ടോ. തലയിൽ കയറി പിടിച്ചേക്കരുത് കേട്ടോ നീ. ഇവിടെ ബണ്ണി ഇവിടെ ഓടാനല്ലേ ഇറങ്ങി ഓടാനല്ലേ? ആ മൂക്കേ തൊട്ടോട്ടെ. ഇങ്ങനെ ഇവരെ മൂക്കേ തൊട്ടോ. ഇവിടെ ഇങ്ങനെ ഇവിടെ ആ മൂക്കേ തൊട്ടോ നോക്കട്ടെ. ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേടാ. ഇവിടെ ഇവിടെ പല്ല് പല്ല് സൂം ചെയ്ത് ഫോറക്സിലിട്ട് പല്ല് പിടിച്ചാലൊക്കെ നിൽക്കുവോ? ലീഷിട്ട് ഇറക്കാറുണ്ട്. ഇത് ലീഷാണോ? അവനാണോ? ലീഷൊക്കെ സെറ്റാണ്. ഞങ്ങൾ അവരെ മാറ്റി നിർത്തിയ. അപ്പൊ ഇവനെ അങ്ങനെ ഇറക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ബണ്ണീനെ നമുക്ക് ഇറക്കി ഒന്ന് നടത്തി നോക്കണം. അല്ല ബണ്ണി, ഞാൻ ഇറക്കി നടത്തിയാലോ? ഇറക്കി നടത്തിയാലോ? ഒരു ഉമ്മ ഇവിടെ എന്താണ്? ബാ
ചേട്ടാ അത് കൊണ്ടാലോ എന്നെ നേരത്തെ കൊടുത്തട്ടെ എന്നാ വാ നോ ഇതെണ്ണം ഇതെടുത്തേ വേറൊരു കാര്യം കേട്ടോ ഉമ്മാരുടെ കടി കിട്ടിയാൽ കിൻ്റെ കടിയായിരിക്കും കേട്ടോ നമ്മുടെ എല്ലൊക്കെ പൊട്ടാനുള്ള കടിയുടെ വലുപ്പമുണ്ട്. വേറെ കാര്യമുണ്ട്, നമ്മൾ സാധാരണ മറ്റേ ഡോഗുകൾ ഇപ്പോൾ നമ്മളൊരു ബെൽജിയം ആയിക്കോട്ടെ ജർമ്മൻ ആയിക്കോട്ടെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അവരെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസും ഉണ്ട്. നമ്മൾ അത്യാവശ്യം ഇങ്ങനെ 10-280 ഡോഗിനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അവരുടെ കടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ അല്ലാതെ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ജർമ്മനൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു ഊഹം ഉണ്ടല്ലോ എത്രത്തോളം നമുക്ക് ബൈറ്റ് ഫോഴ്സ് ഉണ്ട്, എത്രത്തോളം കിട്ടും, എങ്ങനെ നമ്മളെ ആക്രമിക്കാൻ നമുക്കൊരു ധാരണയുണ്ട്. എല്ലാ പട്ടിയും അതെ കടിക്കുമ്പോൾ ധാരണകൾ വേറെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇവരൊക്കെ നമ്മുടെ മേത്തേക്ക് കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ കയറുക തന്നെ നമ്മൾ വീണ് പോകും. കാരണം അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ട്. ബോഡി വെയിറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല, എന്തായാലും ഒരു 50+ മേലേക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലുണ്ട്. നമുക്ക് പിന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ അത്രയും മേലെ ഒരു 60-70 കിലോ, ഒരു 80 കിലോ 100 കിലോ ഒക്കെ വരുന്ന ഡോഗാണ്. ആ ഡോഗ് നമ്മുടെ മേത്തേക്ക് കയറുക എന്ന് പറയുമ്പോൾ ഒരു സീനാണ് അല്ലേ? ഒരു സീനാണ്. കൊച്ചിനെ ചേട്ടാ ഞാൻ തൊട്ട് നോക്കട്ടെ. ദേഷ്യം കയറുന്നുണ്ടോ? ദേഷ്യം കയറുന്നുണ്ടല്ലോ. തെറ്റി ദേഷ്യം കയറുന്നുണ്ടല്ലോ. എന്നാ നമുക്കൊന്ന് പോയാലോ? അതെ ചേട്ടാ പുറത്തുണ്ടാ. ഇവര് രോമം കാരണം എവിടെയാ അവൻ്റെ ചങ്ങലയ്ക്ക് സാധനം ഇടുന്ന എനിക്ക് വൃത്തിയില്ല. അതിന് തപ്പിക്കൊണ്ടിരിക്കണം, അത് കുഴപ്പം. അപ്പം തന്നെ കയ്യെ കയറി പിടിക്കാൻ അറിയത്തില്ല. വന്നേ ഇങ്ങോട്ട് ഇത് പാടാ. അല്ല വേണ്ട, നമുക്ക് സാധാരണ ഇടുന്നോളം ഇടാം തൽക്കാലം. ഞാനേ മറ്റേപ്പാട് അവൻ്റെ കഴുത്തൊരു ബെൽറ്റ് എടുപ്പുണ്ട്, അങ്ങനെ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ നടക്കില്ല, അവൻ്റെ രോമത്തിൻ്റെ ഉള്ളിലാണ് സാധനം ഉള്ളത്. കൊച്ചിക്ക് വന്നേ. വണ്ണി വാടാ. എന്താണ് ദേഷ്യത്തിലാണോ? കൊച്ചു ദേഷ്യത്തിലാണോ? ഓടി വന്നേ. ദേഷ്യത്തിലാണോ? മൊത്തം കയറി പിടിക്കരുത്. വണ്ടിങ്ങ് വന്നേ വാ. ചോദിക്കട്ടെ, അവരെ നോക്കണ്ട. അവന് മൊത്തം കണ്ണു പോകുന്ന അങ്ങോട്ടാ. മറ്റേ ഇതിൻ്റെ ഒരു ഓണർ അവിടെ നിൽപ്പുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ നമ്മളെ നിലവിൽ ഇത്രയേരം ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങോട്ട് ജസ്റ്റ് മാറ്റിയെടുത്തെന്ന് വെച്ചാൽ ഇവൻ്റെ നമ്മളെ നമുക്കൊരു അറ്റൻഷൻ തരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ അങ്ങോട്ട് നോക്കുക. അതുകൊണ്ട് നമ്മൾ ചുമ്മാ അവനോട് അങ്ങോട്ട് മാറിയിക്കാൻ പറഞ്ഞു. വണ്ടിങ്ങ് വന്നേ. പോകാം. ഇതിട്ടിട്ട് ഇറങ്ങി ഓടരുത്. അല്ലല്ല ഇതിടാം. ഗുഡ് ബോയ്. കണ്ടോ അവൻ്റെ ഒരു വലുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ ടിപ്പ്. എനിക്ക് തോന്നുന്ന കേരളത്തിൽ എത്രത്തോളം ടിബറ്റൻ മസ്റ്റിപ്പ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഇനിയിപ്പം നമുക്ക് ചോദിച്ചു നോക്കാം അവരോട് എവിടെയൊക്കെ ഉള്ളതെന്ന്. ഞാൻ കൊണ്ടുപോകാം കൊച്ചിനെ കേട്ടോ അങ്ങോട്ട് കേട്ടോ. നമ്മളൊന്ന് ഇതിൽ നടന്നിട്ട് വരാം. ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജിന്നെ എന്താ നിനക്ക് സൗണ്ട് ഒന്നുമില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസേ ആശിക്ക് തന്ന ചലഞ്ചില്ലേ, ഡോഗ് ഒറിജിനൽ ചലഞ്ച്, അതിൽ നമ്മൾ ഡോഗോനെ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിംഹം നടക്കുന്ന പോലെ ഉണ്ടെന്ന്. പക്ഷേ ഈ ഒരു ഫീൽ എങ്ങനെയുണ്ട്? ആണത് നിന്നോടോ. നീ അവിടെ നിന്ന് എടുത്താൽ മതി. അവനങ്ങ് നിന്നെ അങ്ങ് പിടിക്കുന്നില്ല. ഏത് താടീൻ്റെയോ? അവനങ്ങ് നിന്നെ തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ നിന്നെ തിരിഞ്ഞിട്ട് അവൻ മുറുമീതുണ്ടോ? അവൻ അവിടെ നിന്ന് ഇറങ്ങിയാൽ നീ അവിടുന്ന് 4x എടുത്താൽ മതി. നീ ഒന്നും 4x അല്ലെങ്കിൽ നീ 8x എടുത്തു, എന്നാലും കുഴപ്പമില്ലാന്ന്. ബണ്ണീനെ ഇവർ ചിലപ്പോൾ നടത്തുന്ന സ്ഥലം ആയിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. പക്ഷെ അവൻ്റെ ആ നടത്തോ ഫീൽ കണ്ടില്ല. വേറൊരു നിൻ്റെ വരണ്ട, നിന്നോട് ഇച്ചിരി കലിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ടോ പെട്ടെന്ന്. അല്ല നിന്നെ തിരി പിടിച്ചിട്ടില്ല അവന്. അങ്ങോട്ടോ തിരിഞ്ഞു കണ്ടോ നീ? ആ തിരിയിലപ്പം നിനക്ക് കിട്ടിയില്ല എന്നെ കയറി പിടിക്കും. അവരാ ഒരു പെട്ടെന്നുള്ള ഒരു അപ്രോച്ചില്ലേ, പെട്ടെന്ന് നിന്നെ കിട്ടിയില്ല നേരെ എൻ്റെ അടുത്തേക്ക് കയറും. എന്താ ചോമനെ എങ്ങോട്ടാ നീ പോന്നേ? നിനക്ക് 8x എടുക്കാം. 2 പേരയിൽ 17 ആയതുകൊണ്ട് 17 Pro ആയതുകൊണ്ട് അവൻ എൻ്റെ 8x എടുത്തോളാന്ന്. കൊച്ചൊന്ന് വാ വണ്ടി വാ. വേറൊരു കാര്യമുണ്ട് ഇതിൽ. ഓണർ എനിക്ക് തോന്നുന്നൊരു 10-100 മീറ്റർ അപ്പുറം കണ്ടിയാണ്. ഒരു കടി വന്നു കഴിഞ്ഞാൽ ഞാൻ വീണാലും ശരി, അതിന് മുമ്പ് അവർക്ക് എത്ര സമയമുണ്ടല്ലോ. ഇവിടെ ഒന്നാതെ മറ്റേ തോട്ടമാണ്, ആ തോട്ടത്തിൽ കൂടെ ഓടുന്നുണ്ട് പിടിക്കണം. നീ അവിടെ നിന്ന് എടുത്താൽ മതി. കൊച്ചിങ് വന്നേ, നമുക്കൊന്ന് കറങ്ങി തിരിച്ചു വരാം കേട്ടോ. കറങ്ങി തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി ഡോഗ്. കങ്കലിൽ നമ്മളന്ന് കൂട്ടിക്കയറിയിരുന്നായിരുന്നു, അതൊരു ഡുവോഡൈ ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഇത്ര ഹെവി ഡോഗാണല്ലോ, നമ്മൾ ജസ്റ്റ് അവൻ അറ്റാക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്ഥിതി. നമുക്ക് അങ്ങോട്ട് പോകാം. നീ അങ്ങോട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു സിംഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ഫീലൊക്കെ നിലവിലുണ്ട് കേട്ടോ. ആൾ വേറെ ലെവലാട്ടോ. ഇതിലെ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ
അപ്രോച്ച് ചെയ്യാന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനൊരു ഡോഗ് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നൊരു ഡോഗിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, ഒരു ടഫാണ് കേട്ടോ ഇങ്ങനൊരു ഡോഗിനെ. നമ്മൾ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സംഭവം ഉണ്ട്. നീ വേണമെങ്കിൽ ജിന്നെ വേണമെങ്കിൽ ഫ്രണ്ടിൽ പൊയ്ക്കോ. ജിന്നെ ഇവൻ്റെ ഫേസ് കട്ട് എടുക്കാൻ വേണ്ടി അതിലേക്ക് പോയാൽ മതിരാ. ജിന്നിനെ അങ്ങ് തീരെ പിടിച്ചിട്ടില്ല ജോമോനെ കേട്ടോ. ഇവനെ അങ്ങ് തീരെ പിടിച്ചിട്ടില്ല. നടക്ക് ബാ മച്ചാനെ, ഇങ്ങനെ വന്ന മച്ചാനെ. വേറെ ഒരാളും കൂടെ നോക്കിയിട്ട് പോയാൽ മതി അല്ലേ. വേറെ എന്തൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ. വേറെ ആരാ ഉള്ളത് നമുക്ക്? ഒരു ഫീമെയിൽ ഉണ്ട്. അവൾ ഇച്ചിരി കൂടെ ടെററാണോ? അപ്പോൾ എന്നോട് ഇതിനിടയ്ക്കിനോടൊന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇവരൊന്നും വീഡിയോയിൽ വന്ന് ശീലമില്ലാത്തതുകൊണ്ടാണ് ഇവർ ആ കാര്യം പറയാത്തതെന്ന് പറഞ്ഞു കേട്ടോ. ഓൾറെഡി ഇവനല്ല, ഇതിൻ്റെ ഇച്ചിരി ഒരു പിടിയും കൂടെ മേലുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി കൂടെ ടെറർ ടീമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് എന്തായാലും അവളെ കൂടെ ഒന്ന് കാണണം. എന്തായാലും ഇത്രയും കണ്ടല്ലോ അല്ലേ. അവിടെ ഒന്ന് കണ്ടേക്കാം, അപ്പുറത്ത് കൂടെ എടുക്കാം. ഇവനോട് എപ്പോഴും കേട്ടോ. വണ്ടി ചെല്ലടാ. എന്തായാലും നമ്മൾ ഇതൊരു എപ്പിസോഡായിട്ട് കണക്കാക്കിയാൽ മതി. നെക്സ്റ്റത്തെ എപ്പിസോഡാണ് ഹൈലൈറ്റ്. നമുക്ക് അടുത്ത ഡോഗ് നമ്മളെ കടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കടിയുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമുക്ക് 6 മാസത്തെ ഒരിക്കൽ കടി കിട്ടുമെന്ന്. കറക്റ്റാണ്, ഉദ്ദേശിച്ച പോലെ തന്നെ 6 മാസത്തിൽ ഒരിക്കൽ കടി കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ അറിയാലോ, നമുക്ക് 8 ഡോഗിൻ്റെ കടി കിട്ടിയിട്ടുണ്ട്. 4 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ 8ാമത്തെ ഡോഗാണ് നമ്മൾ കടിക്കുന്നത്. അതൊരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു കടിയായിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ എപ്പിസോഡ് ഇങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കങ്കലിൻ്റെ വീഡിയോ വരാണ്ട്, ഈ കടി കിട്ടിയ വീഡിയോ വരാണ്ട്, കങ്കലിൻ്റെ വീഡിയോ വരാണ്ട്. അപ്പോൾ അടുപ്പിച്ചൊരു 3 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ഈ 2 വീഡിയോ ഇടുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വിട്ടാലോ? ഞങ്ങൾ പോട്ടെ. ഇതല്ല ചേട്ടാ, ഒരെണ്ണൂട്ടുണ്ട്. ആണോ? ഇനിയുണ്ടോ? ഇത് ചെറുത്, ഇതിനെക്കാട്ടും വലിയൊരു സംഭവം ഉണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ മാറ്റി വെച്ചത്? അതാണ് മാറ്റി വെച്ചേക്കുന്നത്. ഈ സെയിം ബ്രീഡ് തന്നെ. പക്ഷെ മെയിലിനെക്കാട്ടും ഇത്തിരി പുലി ഫീമെയിൽ ആണ്. അത് ഫീമെയിൽ